أعوذ بالله من الشيطان الرجيم واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. സൂറത്തുൽ കഹ്ഫ് 45-46 ആയത്തുകളാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർക്ക് ഒരു ഉദാഹരണം വിവരിച്ചു കൊടുക്കുക. ആകാശത്തു നിന്നും വർഷിച്ച ജലം പോലെയാണത്. തന്മൂലം ഭൂമി സസ്യശ്യാമളമായി മാറുന്നു, പിന്നീട് ഉണങ്ങിയ വൈക്കോൽ ആയി മാറുന്നു. അതിനെ അത് കാറ്റിൽ പറത്തിക്കളയുകയും ചെയ്യുന്നു. അള്ളാഹു എല്ലാറ്റിനും കഴിവും അധികാരമുള്ളവനുമാണ്. സമ്പത്തും സന്താനങ്ങളുമൊക്കെ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരം മാത്രമാണ്. എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കിൽ ഏറ്റവും ഉത്തമവും ഏറ്റവും ആശക്ക് വക നൽകുന്നതും. ഭൂമിയിലെ മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓരോ മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ആയത്താണത്. നിർജീവമായ ഈ ഭൂമിയിൽ, വരണ്ടു കിടക്കുന്ന ഈ ഭൂമിയിൽ ഒരു മഴ വർഷിക്കുന്നതോടുകൂടി സസ്യങ്ങളും പുല്ലുകളും തിങ്ങി നിറഞ്ഞ് വളരുന്നതായിട്ട് നാം കാണാറുണ്ട്. പിന്നീട് ആ മഴക്കാലമൊക്കെ കഴിഞ്ഞ് വേനൽക്കാലം എത്തുമ്പോൾ അത്യുഷ്ണത്തിൽ ജലമൊക്കെ വറ്റി വരണ്ട് ആ സസ്യങ്ങളും ചെടികളുമൊക്കെ കരിഞ്ഞുണങ്ങി അത് കാറ്റിൽ പറന്നു പോകുന്ന ഒരവസ്ഥ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മനുഷ്യജീവിതത്തിൻ്റെയും അവസ്ഥ. അവൻ ജനിക്കുന്നു, വളരുന്നു, അവന് നിശ്ചയിക്കപ്പെട്ട ഒരു കാലാവധി വരെ ജീവിതചര്യകൾ നിറവേറ്റുന്നു. പിന്നീട് അവന് പ്രായമായി തളർന്ന് അവശനായി മരിച്ചു മണ്ണടിയുന്നു. സമ്പത്തും അധികാരവും ഉള്ളവൻ ഇത് തന്നെ എന്നേക്കും ഇവിടെ നിലനിർത്തും എന്ന മൂഢമായ ചിന്തയോടെയാണ് ജീവിക്കുന്നത്. ഒരു നാൾ താൻ ഈ ഭൂമിയിൽ മരിച്ചു വീഴുമെന്നും മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നും തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുമ്പാകെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ബോധമില്ലാതെയാണ് ഇവിടെ ഇങ്ങനെയുള്ളവർ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ സമ്പത്തും മക്കളും കുടുംബവുമൊക്കെ ഈ ജീവിതത്തിൻ്റെ ഒരു അലങ്കാരവും ഭംഗിയും മോടിയും മാത്രമാണ്. കുറച്ചുനാൾ അതൊക്കെ നിലനിൽക്കും, പിന്നെ അതൊക്കെ വാടിക്കരിഞ്ഞു പോവുകയാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. മനുഷ്യനെ ഇവിടെ അവശേഷിപ്പിച്ചു പോകുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ് പരലോകത്ത് പ്രതിഫലാർഹവും അവന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളികൾ, മനുഷ്യർക്ക് ഉപകാരപ്രദമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, ജനോപകാരപ്രദമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, സമൂഹത്തിന് അതേപോലെ തന്നെ മൃഗങ്ങൾക്കും പ്രകൃതിക്കും ഉപയുക്തമായ എന്ത് ജോലിയും സേവനവും തുടങ്ങി നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ആരാധനാകർമ്മങ്ങളും പ്രാർത്ഥനയും ദിക്റുകളും എല്ലാം തന്നെ മനുഷ്യൻ ഇവിടെ അവശേഷിപ്പിച്ചു പോകുന്ന സൽക്കർമ്മങ്ങളാണ്.
അവയാണ് പരലോകത്ത് ഓരോ മനുഷ്യനും അവൻ്റെ രക്ഷയ്ക്കും ഫലപ്രാപ്തിക്കും നിദാനമായി വർത്തിക്കുന്നത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.